മാർച്ച് അവസാന വാരമാവുമ്പോഴേക്കും കേരളത്തിലെ സ്കൂളുകളെല്ലാം അടയ്ക്കും വേനൽ അവധിക്ക്. 2 മാസത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തിനൊക്കെ ട്രെയിൻ ചെയ്യാം, എന്തൊക്കെ സംഗതികൾ അഭ്യസിക്കാൻ വിടാം, പല പേരൻസിനുമുള്ളൊരു ചോദ്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ സ്വിമ്മിങ് പഠിപ്പിക്കാനായിട്ട് വിടുക എന്നുള്ളതാണ്. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഭയമുള്ളപ്പോൾ നമുക്ക് കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കാനായിട്ടോ അതല്ലെങ്കിൽ നീന്തൽ അഭ്യസിക്കാനോ വിടാൻ സാധിക്കുമോ? പല പേരൻസിനുമുള്ളൊരു കൺസേൺ ആണിത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കേരളത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം കൂടി വരികയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മരണനിരക്ക് വളരെ വളരെ കൂടുതലാണ്. രോഗം ബാധിച്ചാൽ മരണം ഏകദേശം ഉറപ്പെന്നുള്ള പോലെ. നേഗ്ലേറ ഫൗളറി, അക്കാന്തമീബ, ബലമൂത്യ, വെർമബീബ തുടങ്ങിയ ഫ്രീ ലിവിംഗ് അമീബകളാണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ അമീബ തലച്ചോറിലേക്ക് എത്തുന്നത്? പ്രധാനമായും നമ്മുടെ മൂക്കിലൂടെ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ നീന്തി കുളിക്കുകയോ അതല്ലെങ്കിൽ തല മുക്കി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മൂക്കിന്റെ ഉള്ളിലൂടെയാണ് ഇത് തലച്ചോറിലേക്ക് എത്തുന്നത്. അവിടെയാണ് മെനിഞ്ചൈറ്റിസും എൻസെഫലൈറ്റിസും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കാരണം ആദ്യമായിട്ട് തലവേദന ഉണ്ടാവാം, പെട്ടെന്നുള്ള പനി, അതുപോലെ തന്നെ ഓക്കാനം, അതോടൊപ്പം ഛർദി, കഴുത്ത് വളരെ സ്റ്റിഫായിട്ട് മെനിഞ്ചൈറ്റിസിന്റെ അടയാളമായിട്ടുള്ള നെക്ക് സ്റ്റിഫ്നെസ്, ഇതൊക്കെയാണ് ഇതിന് സാധാരണ രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഈ ഒരു അമീബയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ഇത് കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു 30 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഇത് കൂടുതലായിട്ട് തഴച്ചു വളരുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇഫക്റ്റ് കാരണം ഇപ്പോഴത്തെ താപനില കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ഈ അമീബകൾ വെള്ളത്തിൽ സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ സേഫ് ആയിട്ട് സ്വിമ്മിങ്ങിന് വിടാം? പഴയ പോലെ എല്ലാ സ്വിമ്മിംഗ് പൂളുകളിലും നീന്തൽ കുളത്തിലുമൊക്കെ നീന്തൽ അഭ്യസിക്കാൻ കുട്ടികളെ സേഫ് ആയിട്ട് വിടാൻ സാധിക്കുമോ? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഈ സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ നീന്തൽ കുളം തിരഞ്ഞെടുക്കുമ്പോൾ? എല്ലാ നീന്തൽ കുളങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത് സർക്കാരിനെയോ ജനങ്ങളെയോ സംബന്ധിച്ചിടത്തോളം ഇംപ്രാക്ടിക്കലാണ്. അപ്പോൾ നമ്മൾ തന്നെ ഈ നീന്തൽ കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും തിരഞ്ഞെടുക്കാൻ പഠിച്ചാൽ അപകടം നമുക്ക് തന്നെ പ്രിവെന്റ് ചെയ്യാം. താപനില കൂടുന്നതനുസരിച്ച് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ചെറിയ കുളങ്ങളിലൊക്കെ വെള്ളത്തിന്റെ അളവ് കുറയും. അപ്പോൾ താഴെ ഒരുപാട് സെഡിമെന്റുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് വെള്ളത്തിൽ ചാടിക്കളിച്ച് ഇവയൊക്കെ ഒന്ന് ഇളക്കുന്നത് വളരെ രസമുള്ളൊരു കാര്യമാണ് താനും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം കുളങ്ങളിലും പൂളുകളിലും ഒന്നും കുട്ടികളെ ഇറങ്ങാൻ വിടാതിരിക്കുക. പിന്നെ ഉള്ളത്, ഒഴുകുന്ന വെള്ളത്തിലാണ് നീന്തുന്നതെങ്കിൽ തല കഴിയുന്നതും വെള്ളത്തിൽ മുക്കാതിരിക്കാൻ പറയുക. തല ഉയർത്തി വെച്ചുകൊണ്ട് നീന്തുന്ന സ്വഭാവം കുട്ടികളെ നമുക്ക് ശീലിപ്പിക്കാം. അതുപോലെ തന്നെ നീന്തൽ വശമുള്ള കുട്ടികളാണെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെയുള്ളത്, നീന്തൽ കുളങ്ങളിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുകളിൽ സ്വിമ്മിംഗ് പഠിക്കാനായിട്ട് വിടുമ്പോൾ നമ്മൾ എങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ സേഫ്റ്റി ഉറപ്പാക്കും? ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നിരന്തരമായിട്ടുള്ള ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ക്ലോറിനേഷൻ ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളുകൾ കുറേയേറെ സേഫാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിനേഷൻ ചെയ്യുന്നതനുസരിച്ച് ഒരു രജിസ്ട്രി സൂക്ഷിക്കാം. നമുക്ക് കുട്ടികളുമായിട്ട് ഇവിടെ പോയി ഈ രജിസ്ട്രി കീപ്പ് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം മാറ്റുന്നുണ്ടോ, ഫിൽട്രേഷൻ പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, വെള്ളം നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിന്റെ അടിയിൽ കെട്ടിക്കിടക്കുന്ന സെഡിമെന്റുകളൊന്നും ഇല്ല എന്ന് നമ്മൾ നേരിൽ കണ്ട് ഉറപ്പാക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലോറിനേഷൻ തന്നെയാണ്. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാം. പെട്ടെന്ന് നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ ചെല്ലുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ സ്വിമ്മിംഗ് പൂളിന്റെ അരികുകളും അറ്റങ്ങളും ഒന്ന് നോക്കുക. അവിടെ പായൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ അവിടെ വിടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാൽപാദം വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂൾ സേഫാണ്. അതല്ല, മലിനജലമോ അതല്ലെങ്കിൽ അടിയിൽ എന്തെങ്കിലും സെഡിമെന്റുകളും കെട്ടിക്കിടന്ന് നമ്മുടെ കാലും പാദങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയും സ്വിമ്മിംഗ് പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ വിടാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ ആ വെള്ളം ഒന്ന് മണത്തി നോക്കാം. വളരെ ചീത്ത സ്മെല്ലൊന്നുമില്ല, എന്നാൽ ക്ലോറിന്റെ സ്മെല്ല് വരുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം സേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ്രധാനമായും ഈ 3 കാര്യങ്ങളൊന്ന് ഒരു സ്വിമ്മിംഗ് പൂൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇതേ കാര്യം തന്നെയാണ് റിസോർട്ടുകളിലും മറ്റും നമ്മൾ വെക്കേഷന് പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
സ്വിമ്മിംഗ് പൂളിൽ നിന്ന് മാത്രമാണോ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പടരാനുള്ള സാധ്യത? തീർച്ചയായിട്ടുമല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ വെള്ളം പിടിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകൾ ഉണ്ടാവും. കുട്ടികൾ പ്രത്യേകിച്ചും ഈ ടാങ്കിനകത്ത് ചാടി ഈ വെള്ളത്തിൽ മുങ്ങിക്കളിക്കാം. അപ്പോഴും ഒരു മുതിർന്നയാളുടെ മേൽനോട്ടത്തിൽ മാത്രം ഈ കുഞ്ഞുങ്ങളെ ടാങ്കിലിറക്കാം. അതുപോലെ തന്നെ മുഖം വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുക. ഇത്തരം വെള്ളത്തിലും ഫ്രീ ലിവിങ് അമീബ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും തുറന്നു കിടക്കുന്ന ടാങ്കൊക്കെ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കുകയും ചെയ്യും. പിന്നെയുള്ളത് നമ്മുടെ വീട്ടിൽ ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹോസുകളാണ്. കുറച്ചു നേരം നല്ല വെയിലത്ത് ഈ ഹോസിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടന്ന ശേഷം പിള്ളേർ അതെടുത്ത് കളിക്കുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിപ്പോയാലും വളരെ റെയർ ആയിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടാൻ. അതുകൊണ്ട് കുട്ടികൾ എപ്പോഴും വെള്ളത്തിൽ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മുതിർന്നവർ ചെയ്യേണ്ട കാര്യം, ഹോസ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ഒഴിഞ്ഞു തീർന്നതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് ഈ ഹോസ് കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികളെ പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്യുക, മുഖത്തേക്കും മൂക്കിലേക്കും ഈ വെള്ളം അടിച്ച് തമ്മിൽ കളിക്കരുത് എന്നുള്ളതും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തോടുള്ള ഭയം ഏകദേശം നമുക്ക് ഒഴിവാക്കാം. പിന്നെ സാധാരണ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോൾ ചെറിയ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ പിടിപെടാറുണ്ട്. എന്നാൽ ഇത് 2 ദിവസത്തിനകം മാറുന്നില്ല. പനിയും തലവേദനയും ഓക്കാനവും കഴുത്തുവേദനയും ഒക്കെ കൂടി വരുന്നു. കുഞ്ഞിൻ്റെ സ്ഥിതി വഷളാവുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കുക. മരണനിരക്ക് വളരെ കൂടുതലാണെങ്കിലും കേരളത്തിൻ്റെ ചികിത്സാ സമ്പ്രദായം വളരെ നല്ലതായതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇതിനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാൻ ടെസ്റ്റുകൾ വേഗം ചെയ്താൽ സാധിക്കും. അതുകൊണ്ട് വേനൽ അവധിക്കാലത്ത് കുഞ്ഞുങ്ങളെ നീന്തലിന് അയക്കാം. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കരുതണമെന്ന് മാത്രം. പിന്നെ നീന്തൽ അഭ്യസിക്കുമ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നം ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. വെള്ളം കയറി കഴിഞ്ഞ് അത് തുടച്ചു നീക്കുന്നില്ലെങ്കിൽ ചെവിയിൽ പൂപ്പലണുബാധ വരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.